പാൽപ്പാടയിൽ നിന്ന് എങ്ങനെയാണ് വെണ്ണ എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് പാത്രത്തിലുള്ളത് ഞാൻ ഒരാഴ്ചയായിട്ട് പാൽപ്പാട എടുത്തിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്നതാണ്. സ്റ്റീൽ പാത്രത്തിലുള്ളത് തലേ ദിവസം കാച്ചിയിട്ട് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച പാലാണ്. അപ്പോൾ അതിൻ്റെ മേലെ പാൽപ്പാട നന്നായിട്ട് കട്ടിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അതാണ് ഈ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പാൽപ്പാട ഉണ്ടാക്കിയെടുക്കുന്നത്. പാല് നന്നായിട്ട് കാച്ചിയതിന് ശേഷം തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം എടുത്തു കഴിഞ്ഞാൽ അതിൽ മേലെ നന്നായിട്ട് തന്നെ പാൽപ്പാട ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരാഴ്ച എടുത്തു വെച്ചാൽ അത്യാവശ്യം പാൽപ്പാട കിട്ടും. ഇനി ഈ പാൽപ്പാട എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പാൽപ്പാട മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ണ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത ആ പാൽപ്പാടയിൽ നിന്ന് കിട്ടിയ വെണ്ണയാണ് ഇത്രയും ഉള്ളത്. ഇനി ഈ വെണ്ണ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു 2-3 വട്ടം കഴുകിയെടുക്കണം. അതിൽ ആ പാലിൻ്റെ അംശമൊന്നും തീരെ ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് 2-3 വട്ടം കഴുകിയെടുക്കുന്നത്. വെണ്ണ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ വെണ്ണ നമുക്ക് നെയ്യാക്കി മാറ്റിയെടുക്കാം. ഇനി അടുപ്പിലേക്ക് അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള വെണ്ണ ഇട്ട് കൊടുക്കുക. മീഡിയം തീയിൽ വേണം ഇത് വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ വെണ്ണ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെണ്ണ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തൂവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അത് പെട്ടെന്ന് തിളച്ച് തൂവി പോവും. അപ്പോൾ അങ്ങനെ തൂവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനാണ് തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാൻ പറയുന്നത്. പിന്നെ പതുക്കെ ഒരു കയ്യിലെടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഈ ഒരു രീതിക്ക് നമ്മളിതിനെ നെയ്യാക്കി എടുക്കാം. അങ്ങനെ കുറച്ച് സമയത്തെ പ്രോസസ്സിന് ശേഷം നമ്മുടെ വെണ്ണ നെയ്യായി മാറിയിട്ടുണ്ട്. നല്ലൊരു കളറാണ് കേട്ടോ അതിന്. നല്ല മണമാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ അതിന്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ നെയ്യല്ല, നമ്മൾ ഉണ്ടാക്കുന്ന നെയ്യിന് വേറൊരു മണം തന്നെയാണ് ഉണ്ടാവുക. ഇനി ഇത് തണുത്തതിന് ശേഷം നല്ല കോട്ടൺ തുണി ഉപയോഗിച്ച് അരിച്ച് ഒരു ഗ്ലാസ് ബൗളിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഒരുപാട് കാലം ഇത് കേട് കൂടാതെ ഇരിക്കും. പിന്നെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു മായവും ചേർക്കാതെ നമുക്ക് നല്ല നെയ്യ് കിട്ടുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക കേട്ടോ. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യാണ് ഈ കാണുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.